നമസ്കാരം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ, അതുപോലെ റേഷൻ വിതരണം, ഗ്യാസ് സിലിണ്ടർ സബ്സിഡി എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. അപ്ഡേഷൻ പൂർണ്ണമായും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ക്ഷേമ പെൻഷൻ്റെ അപ്ഡേറ്റുകൾ വന്നത് ഓഗസ്റ്റ് മാസത്തെ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 19 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രവിഹിതം ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ തുക ലഭ്യമായി തുടങ്ങും. ഓഗസ്റ്റ് 31 വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം. ഇനി റേഷൻ സപ്ലൈകോ വിവരങ്ങൾ നോക്കിയാൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കിറ്റ് ലഭിക്കാത്തവർക്ക് ഓഗസ്റ്റ് 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ അരിയും മറ്റ് 13ലധികം അവശ്യ വസ്തുക്കളും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഓണക്കിറ്റും അതുപോലെ സപ്ലൈകോ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം റേഷൻ കാർഡ് ഉടമകൾ കൃത്യമായി റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കണം. തുടർച്ചയായി 3 മാസത്തിൽ കൂടുതൽ വാങ്ങാത്തവരുടെ കാർഡ് മുൻഗണന പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 മാസം തുടർച്ചയായി വാങ്ങാതിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും വാങ്ങുക. ഇനി ഗ്യാസ് സിലിണ്ടർ KYC ആണ്. അത് ഉപഭോക്താക്കൾ തങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട KYC അതത് കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ വഴി ഇന്ത്യൻ ഓയിൽ 1, അതുപോലെ HP പേ, ഹലോ BPCL എന്നിവ ആപ്പ് വഴികൾ പൂർത്തിയാക്കണം. ഇതിനായി ആധാർ ഫേസ് RD എന്ന ആപ്പ് കൂടി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വന്ന അപ്ഡേഷൻ. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.